जिमाम जिमाम बिंग बिंग बो तन सस्ते न से तार चिपक गई छाती से जिमाम जिमाम बिंग बिंग बो तन सस्ते न से तार है സമാധിയൊക്കെ ഒരു വിധം ഒതുങ്ങി. നീ എന്ത് കസരത്തായി കാണിക്കുന്നേ? ജിമ്മ എന്തിനാടെ ജിമ്മൊക്കെ കാണിക്കുന്നേ? പത്രമൊന്നും വായിക്കുന്നില്ലേ? ഭയങ്കര പ്രശ്നമാണ്. പത്രമൊക്കെ വായിക്കുന്നുണ്ട്. ഞാനും അറിഞ്ഞല്ല. ആൾക്കാരെ തലക്കടിച്ച് കൊടുക്കുക. നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ശരീരമൊക്കെ ഇങ്ങനെ ആക്കണം കേട്ടാ. ഞാൻ തമാശ പറഞ്ഞല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. കണ്ടോ ചുറ്റയ്ക്കൊക്കെ ഇട്ട് അടിച്ച് കൊല്ലുന്നത്? എനിക്ക് പേടിയൊന്നുമില്ല. ഒരു കുടുംബം മൊത്തം തകർത്തില്ലേ? പിന്നെ അല്ലാതെ ആ ചുറ്റയ്യ ഇപ്പൊ പ്രശ്നം. ഞാനെന്തറിയാവോ, ഈ ചുറ്റിയ കണ്ട സമയം തൊട്ട് ഞാൻ കളരിയിലോട്ടൊന്ന് പോയി. ഇനി കളരിയാണ് എന്റെ പ്രധാന ഭാഗം. ഞാൻ സ്നേഹം കൊണ്ട് നിന്നോട് പറയുക, ഈ ഒരു കാര്യം വാ, നമുക്കിനി രക്ഷാർത്ഥം കളരിയാണ് നല്ലത്. ഈ വരുന്നെങ്കിൽ എന്റെ കൂടെ വാ, നമുക്ക് പോവാം. എന്ത് കളരിയാണേലും മനോധൈര്യം വേണ്ട. മനസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും സാധിക്കും. മനസ്സിലായോ? എനിക്ക് നല്ല ധൈര്യമാണ്. ഇതൊക്കെ എടുത്തൊന്ന് ജിമ്മടി. ഇത് കണ്ട, ഇതൊക്കെ എടുത്തൊന്ന് ജിമ്മടി. കണ്ടല്ലോ അല്ല, അത് ഇങ്ങനെ ഉള്ളതാ. ഇത് കണ്ടല്ലോ, സംഭവം ഞാൻ കണ്ടല്ലോ. എന്തിനാ ഈ വയ്യാവേലിക്ക് പോകുന്നത്? കുറ്റിയൊക്കെ ആയിട്ട് വരുമ്പോ ഒന്നില്ല ഇങ്ങനെ തടുക്കണം. ആ തടുക്കണമെങ്കിൽ നമുക്ക് മസിൽ വേണം. കളരി നടത്തി ഇങ്ങനെ ഇരുന്നാ പോരെ, മസിൽ വേണം. മസിലുണ്ടെങ്കിൽ നമുക്ക് തടുക്കാൻ പറ്റും. മനസ്സിലായോ? ഞങ്ങളങ്ങനല്ല. ചുറ്റിയേം കൊണ്ട് അവൻ ആ പല്ലാകിന് ഇപ്പുറത്ത് വരുമ്പോഴേ കളരി കൊണ്ട് ഞങ്ങൾ പറന്നടിക്കുക. ചുറ്റിയൊക്കെ അടിച്ച് കൊന്നു. ഒന്നും പറയണ്ട. എത്ര പേരെ കൊന്നു ചുറ്റിയൊക്കെ അടിച്ചു? നമ്മളാരും തല്ലി കൊന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ പത്രത്തിൽ മൊത്തം ഇത് ഓരോ വീട്ടിലും കൊല്ലുമല്ലേ. ചുറ്റിയാകണ്ട നമ്മളെ ഇറക്കത്തൊന്നുമില്ല. നീ പറയേണ്ട കാര്യമില്ലല്ലോ. ജിമ്മല്ലേ? അതെ, നീ ഇത് കണ്ടോ? ഇത് കണ്ടോ? എന്റെ ആരോഗ്യം കണ്ടോ? ഇതൊക്കെ കണ്ടിട്ട് വേണം നിൽക്കാൻ. നീ കാണിക്കുന്ന പോലല്ല നമ്മള്. നല്ല അടിപൊളിയാണ്. അടിപൊളിയാണ്. ചുറ്റിയും കൊണ്ട് വന്നാണ്ടല്ലോ. നീ എന്റെ ഇങ്ങനെ അയ്യോ 4 വാക്ക് സംസാരിച്ചതേ ഉള്ളു, നടന്നല്ലോ. അതല്ല, ഇത് ഈ ഇടക്ക് വിശ്രമിക്കണം നമ്മള്. അതിഞ്ഞെടുത്തണം. അതിഞ്ഞെട്. ഇതാ പറഞ്ഞത്. എന്തുവാണ് എന്ത് വെയിറ്റാണ് ഇത്? എടുക്കണം വല്ലപ്പോഴും, അറിയാമോ? വേദന ഉണ്ടോ? ജിമ്മല്ലേ? പോയി തൈലം ഇട്. തൈലം ഇടിയോ എണ്ണ ഇടിയോ കുഴമ്പൊക്കെ ഇട്. കുഴപ്പമില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് പുത്തരിയല്ല. ഞങ്ങൾക്ക് ഇതൊന്നും പുത്തരിയല്ല. ഞാനെങ്ങനെ ജിമ്മടിക്കും? ഒരു കാര്യം ചെയ്യും, വീട്ടിൽ പണിക്കകത്ത് പോയി കടലേ മാറിക്കൊന്ന് ഉറങ്ങും. എന്റെ പൊന്നെ, അപ്പൊ ചുറ്റിയൊക്കെ എല്ലാവരും അടിച്ചാൽ എന്തെടുക്കും? ചുറ്റി എന്റെ ഞാനേ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാം. എന്താ അവിടെ മറ്റേ ഇത് ക്ലാസ് നടക്കുന്നുണ്ട്. കേട്ടാ? ഞാൻ പെട്ടെന്ന് വരാം. എവിടെ നിന്ന് വരുന്നതാ ചുറ്റിക്കായിട്ട്? അയ്യോ, ഇയാളെന്താ ഓടിയത്? തിരിഞ്ഞു നോക്കി ഓടുന്നു. ചുറ്റിയുമായിട്ട് വരുന്ന ഉമ്മാനല്ല ഇയാൾ ഓടിയത്. മനുഷ്യനായ കുറച്ച് ധൈര്യമൊക്കെ ഉണ്ട്. ധൈര്യം. ചുറ്റികയുണ്ട് കയ്യിൽ, ചുറ്റികയുണ്ട്.
വിജയൻചേട്ടന്റെ കാണിക്കാം അങ്ങോട്ട്. വിജയൻചേട്ടന്റെ വീട് എന്തിനാ വിജയൻചേട്ടന്റെ വീട്? വിജയൻചേട്ടന്റെ വീട് എന്തിനാ അന്വേഷിക്കുന്നത്? ഷെഡ് പൊളിക്കാനാ? നേരത്തെ പറയണ്ട, മനുഷ്യനെ കൊല്ലാൻ വരുന്ന കാണല്ലോ വന്ന്. അങ്ങോട്ട് പോകാം. അതുണ്ട്, അതിലും വഴി പോകും. കുട്ടികളൊക്കെ ആയിട്ട് ഇറങ്ങിക്കോളും മനുഷ്യനെ പേടിപ്പിക്കും. എല്ലാം അങ്ങോട്ട് അതിലും വഴി പോകും. ആ വീട് കണ്ട അതിലും വഴി അങ്ങോട്ട് പോയാൽ മതി കേട്ടോ. അവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. ആ ചേട്ടൻ കാവി കയ്യിൽ കൊടുക്കുക. ആ ചേട്ടനോട് ചോദിച്ചാൽ മതി. അങ്ങോട്ട് ചെയ്യും. വീട് വിജയൻചേട്ടൻ മാനുഷം പേടിപ്പിക്കാനായിട്ട് ഇറങ്ങിക്കോളും. അങ്ങനെ എങ്ങോട്ട് പോയിട്ട് വെക്കാം. ഇനി അച്ഛനവിടെ പോയി? ആ കണ്ടില്ല, ഓടുന്ന കണ്ട്. എങ്ങോട്ട് എങ്ങോട്ടാണെന്ന് കണ്ടില്ല. അയ്യോ, അവൻ ചുറ്റിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ടോ? അയ്യോ, ചുറ്റിയായിട്ട് വന്നോ അവന്? എന്റെ ദൈവമേ, ചുറ്റിയായിട്ട് വന്നിട്ടുണ്ടോ? അയ്യോ, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. ആയിട്ടായിരുന്നോ? എന്തൊരു ദൈവമേ, ഇതാണോ ധൈര്യം? അയ്യോ 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 എന്താ സൂപ്പർ അടവായിരുന്നു അണ്ണന്റെ. എന്തിനോട്ടാണ് ഓടിയത്? കാല് പുറകെ മുട്ടിയല്ലോ അണ്ണ. അയ്യോ സൂപ്പർ ആയിട്ട് ഓടാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. 19 അടവാണ്. സൂപ്പർ അടവ്. ധൈര്യം വേണം. എന്നെ കണ്ടുപോയി. ഞാൻ അവിടെ ആ ഇരിപ്പ് ഞാൻ അവിടെ ഇരുന്നു. അതാണ് ധൈര്യം. ഞാൻ സമ്മതിച്ചിരിക്കില്ല. അയാൾ ആരാന്നറിയാമോ? അപ്പുറത്തെ വീട് വിളിക്കാൻ വന്ന മനുഷ്യനായിരുന്നു. എന്ത് പറയാനാ, അയാളെ കണ്ട് എന്റെ നല്ല ജീവൻ പോയാ ഞാൻ അവിടെ ഓടി. അപ്പൊ അണ്ണ ഈ കളരിയൊക്കെ പഠിക്കാൻ പോകുന്ന പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ട് ഈ കാര്യമില്ല. മുന്നേ എനിക്ക് അയാൾ ഇവിടെ അങ്ങോട്ട് ഉണ്ടായിരുന്നു.